ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗും എൻ്റെ വീട്ടിൽ നിന്നുള്ളൊരു വ്ളോഗാണ്. മാത്രമല്ല നമ്മളൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, അതിൻ്റെ വ്ളോഗാണ്. ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞ് ഞാനങ്ങ് ആർഭാടമാക്കുന്നൊന്നുമില്ല. നമ്മുടെ മലപ്പുറം വരെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇന്ന് തിങ്കളാഴ്ചയാണ്. അപ്പോൾ ഇന്ന് താത്തയും നമ്മളെല്ലാവരും കൂടെ നമ്മളുടെ വീട്ടിൽ പെരുന്നാൾ കൂടുകയാണ് കേട്ടോ. അപ്പോൾ അതാ കപ്സയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. കപ്സ ഒരുപാടായി നമ്മൾ ഉണ്ടാക്കിയിട്ട് കേട്ടോ. ഈ മന്തിയുടെ കുതിച്ചുയർന്നുള്ള വരവ് കാരണം കപ്സയെ മന്തി അടിച്ച് താഴ്ത്തിയിട്ടു എന്ന് പറയില്ലേ, എന്ന പോലെയാണ് കേട്ടോ. മന്തി വന്ന് നോക്കുമ്പോൾ ആരും ഇപ്പോൾ കപ്സ് വെക്കുന്നില്ല എന്ന് തോന്നുന്നു. നമ്മളൊക്കെ വെച്ചിട്ട് കുറേ ആയിട്ടോ. മന്തി വന്നതിന് ശേഷം പിന്നെ ഇപ്പോൾ മന്തി തന്നെയാണ് വെക്കാറ്. അപ്പോൾ നമ്മുടെ ഷെഫ് ഉപ്പയാണ് കേട്ടോ. അപ്പോൾ ഉപ്പ മന്തി റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളതിലേക്ക് വേണ്ട ചെറിയ ചെറിയ ഹെൽപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മെയിനായിട്ട് ഫുഡിൻ്റെ ഉണ്ടാക്കുന്നത് ഉപ്പ തന്നെയാണ്. അപ്പോൾ നമ്മളിങ്ങനെ എങ്ങടെ പോകുക നമുക്ക് എങ്ങടെങ്കിലും ഒന്ന് പോകണം. അപ്പോൾ എങ്ങടെ പോകുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് അപ്പുറത്തെ വീട്ടിലെ ഹിഷാമാണ് കേട്ടോ. ഓനെ കണ്ടുകഴിഞ്ഞാൽ ഞാൻ അപ്പോൾ ഫോണെടുത്ത് വീഡിയോ ഓണാക്കും കേട്ടോ. അന്നെ ഞാനൊന്ന് ഫേമസ് ആക്കും എന്ന് പറഞ്ഞങ്ങാണ്ട് എപ്പോഴും ഞാൻ ഓനെ വീഡിയോ എടുത്തെങ്ങാണ്ട് ഒന്ന് ഇതാക്കും. അങ്ങനെ ഓനെ കണ്ടപ്പോൾ വേഗം ഒന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോഴേക്കും ഇതാ ഇവിടെ രണ്ടുപേരും കൂടെ ഓർക്ക് വണ്ടിമ്മ പോകണം എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിപ്പോൾ വെറുതെ മുറ്റത്ത് കൂടി ഒന്ന് റൗണ്ട് അടിച്ചാണ് കേട്ടോ. ഒറ്റ ഒന്ന് ചെരുപ്പ് പോലും ഇട്ടിട്ടില്ല കേട്ടോ. വെറുതെ ഒന്ന് ചുറ്റിച്ചിങ്ങാണ്ട് ഇങ്ങോട്ട് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ കൺഫ്യൂഷനിലായിരുന്നു കേട്ടോ, എങ്ങോട്ട് പോകും എന്നുള്ളത്. അപ്പോഴാണ് കുഞ്ഞിപ്പോൾ അന്ന് ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ലൈവിൽ വന്നപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നാൽ പിന്നെ കോട്ടക്കുന്നിലോട്ട് പോരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ കോട്ടക്കുന്നിലേക്ക് പോയാലോ എന്നുള്ളത് കേട്ടോ. അങ്ങനെ പെട്ടെന്നുണ്ടായ തീരുമാനമായിരുന്നു കോട്ടക്കുന്നിലേക്കുള്ള പോക്ക്. എവിടേക്കാണ് എന്നുള്ളത് ഫിക്സ് ആയിട്ടുണ്ടായിരുന്നില്ല. എങ്ങടെയും ഒന്ന് പോകണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് മക്കൾക്കൊക്കെ കൊടുത്തു. ഇവിടെ കണ്ടില്ല അടിയാണ് കേട്ടോ. കസേരക്ക് 3 കസേരയാണ് സിറ്റ് ഔട്ടിലുള്ളത്. 4 പേരും ഉണ്ട് കേട്ടോ. അപ്പോൾ നിച്ചു ഇരിക്കാൻ നിന്നപ്പോഴേ അയാനക്കുട്ടിയെ കസാലി കയറിയിരുന്നു. അവിടെ അടിയായിട്ടോ. ഇവരെ ഇപ്പം തമ്മ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ കേട്ടോ നല്ല സ്നേഹത്തിലായിരിക്കും. അതിൻ്റെ ഇടയിൽ എപ്പോഴേ ജോജി ഞാനും അടിച്ചു പിരിഞ്ചു എന്നുള്ളത് പറയാൻ പറ്റൂല. ഇനിയിപ്പോൾ നമ്മളെല്ലാവരും മാറ്റി റെഡി ആയിട്ടുണ്ട്. മാറ്റിയാൽ പിന്നെ കണ്ണാടിയുടെ മുന്നിലൊരു ഷോ ഇറക്കൽ അത് നിർബന്ധമാണല്ലോ. അപ്പം അങ്ങനെ നമ്മൾ മാറ്റി ഇറങ്ങി. നമ്മൾ ബസ്സിനാണ് കേട്ടോ പോകുന്നത്. കോഴിക്കോടൻ ബസ് നേരിട്ടുള്ള ബസ് കിട്ടും കേട്ടോ നമുക്ക് കോട്ടക്കുന്നിലോട്ട്. അപ്പോൾ നമ്മൾ ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാന്ന്. നമ്മൾ റോട്ടിൽ വന്ന് അവിടെ നിന്നാണ് കേട്ടോ ബസ്സിന് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ കോട്ടക്കുന്നിൻ്റെ അവിടെ ചെന്നിട്ടുള്ള വീഡിയോ ഒക്കെ കുഞ്ഞിപ്പാൻ്റെ ചാനലിൽ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. കണ്ട് എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. വേറെയും കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ബസ്സൊക്കെ കയറി നമ്മളിതാ ഇവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് നടക്കേണ്ട ദൂരമുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ നടന്ന് പോവുകയെന്ന്. ബസ്സിന് നിങ്ങൾ പോകുന്നവരായിരിക്കും, നമ്മൾ ബസ്സിന് പോകുന്നപ്പോൾ അത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ നടന്ന് പോവുക. നമ്മൾ വീട്ടിൽ നിന്നൊരു 1:15 ആ ഒരു ടൈമിൽ, 1 മണി 1:15 ആ ഒരു ടൈമിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ എത്തിയപ്പോഴേക്കും ഒരു 2:30 മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങോട്ട് പോകുമ്പോൾ എൻ്റെ അയാനക്കുട്ടിനായിട്ട് ബസ്സിന് പോകുമ്പോൾ ഒന്നും ഒരു കുഴപ്പമോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ തിരിച്ച് വന്നപ്പോഴേക്കും ഓളുടെ ക്ഷമയുടെ എല്ലാ നെല്ലിപ്പഴയും കെട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് ഉപ്പ് എടുക്കും, കുറച്ച് കുഞ്ഞിപ്പ് എടുക്കും, കുറച്ച് ഞാനെടുക്കും. അങ്ങനെ എടുത്തിട്ടാണ് കേട്ടോ ഓള് അങ്ങനെ എല്ലാ റോട്ടിൽ കൂടി അങ്ങനെ വണ്ടി പോകല്ലേ. അപ്പോൾ നടത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് വിചാരിച്ച് ഇപ്പോൾ ഞങ്ങളെല്ലാവരും ഈ കാറ് കയറാൻ കത്തിക്കാമെന്ന് വിചാരിക്കണ്ടാവില്ല നിങ്ങൾ. അല്ലടോ ആ കാർ അവിടെ ബ്ലോക്ക് ആക്കിയിട്ടിരിക്കുകയാണെന്ന്, നടക്കണ വഴിയിലാണോ അവിടെ കാറ് കൊണ്ടുവന്ന് നിർത്തിയിട്ടിരിക്കണമെന്ന് അറിയില്ലേ. അങ്ങനെ നമ്മൾ നടന്ന് ഫൈനലി നമ്മൾ അവിടെ എത്താനായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് നടക്കാനൊന്നുമില്ല കേട്ടോ. പക്ഷെ എല്ലാവരും കൂടെ ഇങ്ങനെ നടന്ന് എൻജോയ് ചെയ്ത് പോകുമ്പോൾ അത് രസമല്ലേ. അപ്പോൾ അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടിയും തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇനി നല്ല തിരക്ക് ഇവിടെ വരിക ഒരു 4 മണിക്ക് ശേഷമാണല്ലോ. കാരണം അവിടെ നല്ല വെയിലായിരുന്നു കേട്ടോ നമ്മൾ ചെന്ന ടൈമിലൊക്കെ. അങ്ങനെ നമ്മൾ വന്നേക്ക് തന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. കാരണം ആ വെയിൽ കൊണ്ട് കരിമുട്ടി ആകുമ്പോഴേക്കിനും നല്ല കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് കിട്ടിയപ്പോൾ അവിടുന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തങ്ങാണ്ട് അകത്തേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് സ്റ്റെപ്പുകൾ കയറാനുണ്ടല്ലോ. ആ സ്റ്റെപ്പ് കയറുന്നത് വലിയൊരു ടാസ്ക് തന്നെയായിരുന്നു കേട്ടോ. ആ ഒരു 2:30 ആ ഒരു ടൈമിൽ അങ്ങനെ വെയിലൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ സ്റ്റെപ്പ് ഇങ്ങനെ കയറി ഉമ്മാക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. നമുക്ക് പിന്നെയും കുഴപ്പമില്ല. ഇവാക്കു നിച്ചൂക്കൊന്നും വലിയ പ്രശ്നമൊന്നുമല്ല. ഓല് മുന്നിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കയറി എന്തായാലും ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. മക്കൾക്ക് എങ്ങടേലും പോകണം എന്നാൽ
ഞാൻ എൻ്റെ പനെ കാണുമ്പോഴാണ് കേട്ടോ മക്കൾക്ക് കാക്കു വന്നു കഴിഞ്ഞാൽ ഈ ഇവാനോട് ഞാൻ അങ്ങനെ പറയും ഇപ്പച്ചിനോട് എങ്ങോട്ടേലും പോകല്ലേ ചോദിച്ചു നോക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവ പറയും ഇപ്പം പോകണ്ട അമ്മച്ചി കേട്ടോ. എന്നാൽ എൻ്റെ പനെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഓൾക്കൊരളക്കാം ഇപ്പം എങ്ങോട്ടേലും പോകപ്പ എങ്ങോട്ടേലും പോകപ്പാന്ന് പറഞ്ഞങ്ങാണ്ട്. എന്നിട്ട് ഇപ്പം എപ്പോഴും പറയും നിങ്ങളെന്താ നിങ്ങളപ്പാനോട് പറയാതെ എന്നോട് വന്ന് പറയണമെന്ന് പറഞ്ഞങ്ങാണ്ട്. മക്കളും വലിയപ്പം തമ്മിൽ എപ്പോഴും അടിയായിരിക്കും കേട്ടോ. ഇപ്പൊക്കെയാണ് ഈ കുട്ടികൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ടേലും ഒന്ന് കൊണ്ടുപോവുകയോ പറഞ്ഞത് വാങ്ങിക്കൊടുക്കുകയോ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു സമാധാനക്കട മൂപ്പരിക്ക്. എന്തിൻ്റെ കേട്, ഒന്നിൻ്റെ കേടില്ല, വെറുതെ ഒരു കേട് പറഞ്ഞില്ല. അപ്പം അങ്ങനെ നമ്മൾ ആദ്യം അവരെ ഒന്ന് പാർക്കിൽ കയറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ അയാനക്കുട്ടിയാണെങ്കിൽ പിന്നെ കൊടുത്ത ടിക്കറ്റിനും മറ്റുള്ള ടിക്കറ്റിനും കൂടെ മുതലാക്കണ സാധനം എന്നിട്ട്. പക്ഷേ എൻ്റെ ഇവ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ. കൊടുത്ത ടിക്കറ്റിന് പോയിട്ട് മറ്റുള്ള ടിക്കറ്റിന് പോയിട്ട് ഓളെ ടിക്കറ്റിനുള്ളത് പോലും ഓൾ മുതലാക്കൂല. ഓൾക്ക് എല്ലാത്തിലും കയറാൻ ഒരു നെർവസ് ആയിട്ടാണ് കേട്ടോ. ആൾ ഒരു ടെൻഷനാണ്. ഓൾ കയറുന്ന സാധനം പൊട്ടുമോ അങ്ങനെയൊക്കെ ഉള്ളൊരു പേടിയാണ് കേട്ടോ ഇവാക്ക്. പിന്നെ ഇവരൊക്കെ കണ്ടിട്ട് അങ്ങനെ കയറുന്നതാണ്. പക്ഷെ അയാനക്കുട്ടി അങ്ങനെയല്ല കേട്ടോ. ഓള് പാർക്ക് കൊണ്ടുപോയ കൊടുത്ത കാശിനോള് മുതലാക്കുന്ന അറിയില്ലേ, അങ്ങനെയാണ് അയാനക്കുട്ടി. അങ്ങനെ അയാനക്കുട്ടിനെ പിന്നെ പിടിച്ചിറക്കിക്കാന്ന് കേട്ടോ. നമ്മൾ പാർക്കിൽ നിന്ന് കുറേ നേരം അവിടെ ഇരുന്നപ്പോൾ നമ്മളിനി അപ്പുറത്ത് പോകുക എന്ന് പറഞ്ഞങ്ങാണ്ട് കുറേ കുട്ടികളുണ്ടല്ലോ. അപ്പോൾ തിരക്കിൽ ഓളെ ഉന്തുവോ അങ്ങനെയൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക്. അപ്പോൾ പിന്നെ അവിടുന്ന് ഇറക്കിയിട്ട് 4 ആളെയും കൂടെ ഇതുമ്മ കയറ്റിയിരുത്തിയിട്ടുണ്ട്. താത്താക്ക് 2 ചെക്കന്മാരും എനിക്ക് 2 പെൺകുട്ടികളും വന്നു കേട്ടോ. അങ്ങനെ അവിടുന്ന് ഇറങ്ങി പിന്നെ നമ്മൾ ഓരോന്ന് ഇങ്ങനെ ചുറ്റി സൈഡിൽ കൂടെ ഇങ്ങനെ ചുറ്റി നടന്നൊക്കെ ഇങ്ങനെ കാണുകയെന്ന്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ എയർ നിറച്ച് ഇതാക്കിയിട്ടുണ്ട്. പക്ഷെ നല്ല വെയിൽ പറഞ്ഞാൽ നല്ല വെയിലാണ് കേട്ടോ. ഒരു 5 മണിക്ക് ശേഷമൊക്കെ ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ. അപ്പോൾ ആ റോസ് കളറിട്ട ഡ്രസ്സ് അതാണ് എൻ്റെ താത്ത. ഇന്നലത്തെ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു താത്താനെ കാണിച്ചില്ലല്ലോ എന്നുള്ളത്. ഇനി താത്താനും ഉമ്മാനും ഉപ്പാനും ഒന്നും കണ്ടില്ല എന്ന് പറയരുത്. അതാണ് താത്ത, ഉമ്മ, ഉപ്പ, അതുപോലെ 2 അനിയന്മാരും കേട്ടോ. ഇതാണ് എൻ്റെ ഒരു കുഞ്ഞു ഫാമിലി എന്ന് പറയില്ലേ. അങ്ങനെ അവരെ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ടുണ്ട്. എൻ്റെ അയാനെക്കുട്ടിക്കാണെങ്കിൽ ഒന്നിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇവാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റുമ്പോൾ അമ്മച്ചി അത് പൊട്ടൂലേ, ഞങ്ങൾ ചവിട്ടുമ്പോൾ തായിയാണ് പൊട്ടൂലേ എന്ന് പറഞ്ഞു. ഓള് ഭയങ്കര ടെൻഷനിലായിരുന്നു കേട്ടോ. ഓള് കുറച്ച് കളിക്കും പിന്നെ ഇങ്ങോട്ട് തന്നെ പോരും. അങ്ങനെ മുകളിലോട്ടൊന്നും ഇവ കയറില്ലായിരുന്നു കേട്ടോ. അയാനെക്കുട്ടി കയറും, പക്ഷെ ഇവ കയറുന്നുണ്ടായിരുന്നില്ല. അയാനെക്കുട്ടിക്ക് ഒന്നുകൂടെ കോൺഫിഡൻസ് അന്തമുള്ളവർക്ക് പേടി ഉണ്ടാവുള്ളൂ എന്ന് പറയില്ലേ. ഓൾക്ക് അന്തം വരാനുള്ള പ്രായമായിട്ടില്ലല്ലോ. ഇവാക്ക് പിന്നെ ആ പ്രായമായതുകൊണ്ട് ഓൾക്ക് ചെറിയൊരു പേടിയുണ്ട്. മറ്റോൾക്ക് പിന്നെ അന്തമില്ലാത്തതുകൊണ്ട് ഓൾക്ക് ആ പേടിയില്ല. ഇത് ഇവിടുന്ന് പൊട്ടി വീണാൽ എന്ത് സംഭവിക്കും എന്നുള്ള ആലോചിച്ചാനുള്ള ഒരു അന്തമല്ലാന്ന് കേട്ടോ ഉദ്ദേശിച്ചത്. അപ്പോൾ അവിടുന്ന് പിന്നെ അവിടെ കുറേ നേരം കളിച്ച് പിന്നെ നമ്മൾ മനൂസിനീറ്റൊക്കെ ഒന്ന് അതിൽ കയറ്റിയിട്ടുണ്ടാകും ആ ഒരു കാറിൻ്റെ അതിൽ. പിന്നെ പോപ്കോണൊക്കെ വാങ്ങിയിട്ടുണ്ടാകുന്നത് കഴിയാൻ നേരത്തെ കേട്ടോ. അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ എന്നുള്ളൊരു ഓർമ്മ. അങ്ങനെ അവിടുന്ന് ഇറങ്ങി പിന്നെ നമ്മൾ ബസ് അതിക്കണം അവിടെ വന്നിട്ട് ഐസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ തിന്നതിന് ശേഷം നമ്മളിനി നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഒരു ട്രിപ്പിൻ്റെ വീഡിയോ ഇതൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.